ടീച്ചിങ് മെൻസ് ഫാഷൻ എന്ന് പറഞ്ഞ ചാനലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ കാണുന്ന മനുഷ്യനാണ് മിസ്റ്റർ ഹൊസൈൻ എന്ന് പറയുന്നത്. 7.32 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള മെൻസ് ലൈഫ് സ്റ്റൈലിനെ ബേസ് ചെയ്ത് വീഡിയോസ് ഇറക്കുന്ന ഒരു ചാനലാണ്. പുള്ളിയുടെ ഒരു വീഡിയോ ഉണ്ട്, ഹൗ ടു ടോക്ക് ടു ആൻ അട്രാക്റ്റീവ് ഗേൾ, നെവർ റൺ ഔട്ട് ഓഫ് തിങ്സ് ടു സേ. എങ്ങനെ ഒരു കാണാൻ ഭംഗിയുള്ള പെൺകുട്ടിയോട് സംസാരിക്കാം, ഒരിക്കലും സംസാരിച്ച് നമ്മളിടയ്ക്ക് ഇനിയും സംസാരിക്കാനില്ലേ എന്ന് തോന്നുന്ന ഒരു സ്റ്റേജിലേക്ക് എത്താത്ത രീതിയിൽ എങ്ങനെ നമുക്ക് കോൺവെർസേഷൻ എൻഗേജിങ് ആയിട്ട് ആ ഒരു സ്റ്റോപ്പ് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ പുള്ളിയുടെ ഈ വീഡിയോ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. Everybody says, wow, the weather's been really good today, right? It's the usual line everyone goes to because they have nothing to say. And then you respond with something like, yes, it is. There you go. End the conversation. But I instead want you to respond with a story. So let's run it again. Let's say she says something like, the weather's been really nice lately. Yes, it has. And it's actually been allowing me to spend more time outside. I recently picked up long distance running, almost like marathon running. I'm running to parts of the city I've never even seen. I feel like I'm going on a mini vacation every time I step outside. Even seen. I feel like I'm going on a mini vacation. Yes, it has actually. Okay. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി കൂടെ ഇപ്പോൾ നമ്മൾ ഇച്ചിരി മെയിൻ സംഭവമാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഔട്ട് ഓഫ് ദി ബോക്സ് ചെയ്യുന്ന ആളാണ് നമ്മൾ ഔട്ട്റൈറ്റ് ആയിട്ട് പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് കാലാവസ്ഥ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. കാലാവസ്ഥ നല്ലതാണ്. കാലാവസ്ഥ നല്ലതായതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ രാവിലെ എണീറ്റ് ഓടാൻ പോകാറുണ്ട്. ഓടാൻ പോകാറുണ്ട്. ഞാൻ സിറ്റീസിലുള്ള പല സ്ഥലങ്ങൾ ഇതുവരെ ആ കോള് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ബാക്കി അപ്പൊ വെതർ എന്താണെന്ന് ചോദിച്ചപ്പോൾ വെതർ കൊള്ളാൻ പോലെ, പക്ഷേ നല്ലതായതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ റണ്ണിങ്ങിന് പോകാറുണ്ട്. എൻ്റെ ടൗണിലുള്ള എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഏരിയയിലേക്ക് ഇപ്പൊ ഞാൻ ഓടാൻ പോകാറുണ്ട്. അപ്പം സംഭവം ഓക്കെയാണ് എന്നൊക്കെ പറയുന്നു. ഇനി എനിക്ക് പറയാനുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഏതാണ്ട് നമ്മളൊരു ഭയങ്കര നല്ല ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എവിടേക്കോ ശ്രമിക്കുന്നത് പോലെ അതിൻ്റെ ഒരു അണ്ടർലൈൻ ഫാക്ടറിൽ വരില്ലേ. അപ്പോൾ നമ്മൾ വേറെ കുറച്ചുകൂടെ പ്ലേഫുൾ ആയിട്ട് എന്തെങ്കിലും പറയുവാണ് എങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ എന്താ പറയണമെന്ന് വെച്ചാൽ എൻ്റെ തലയിൽ പെട്ടെന്ന് അങ്ങനെയൊന്നും വരുന്നില്ല. എന്നാലും ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ നമുക്ക് പറയാം. പക്ഷെ നമ്മളൊന്ന് സെറ്റായതിനു ശേഷം അങ്ങനെ പറയുവാണ് എങ്കിൽ ഇതൊക്കെ നമ്മളെങ്ങനെയാണ്, എങ്ങനത്തെ വ്യക്തിയാണെന്ന് കുട്ടിക്ക് മനസ്സിലാവും. ഇപ്പൊ തുടക്കത്തിൽ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഒരു സംഭവമല്ല. ഇപ്പൊ എന്നാ പറയും, കാലാവസ്ഥ എങ്ങനെയുണ്ട്? ഇപ്പൊ നാട്ടില് മഴയുണ്ട്. അപ്പൊ മഴേനെ ബേസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? മഴ ഞാൻ പോകുന്നു. മഴ. കുട്ടി മഴയത്തിരിക്കുമ്പോഴാണ്, കുട്ടീന്നൊന്നും പറയണ്ട, മഴയത്തിരിക്കുമ്പോഴാണ് ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ചോദിക്കും അതാരാ? അപ്പൊ നമ്മൾ നേരെ ആ കുട്ടിയുടെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഏതെങ്കിലും ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുക്കണം. അതെങ്ങനെയുണ്ട്? എന്തായാലും എന്നിട്ട് പറയണം, ഞാൻ ഇങ്ങനെ ഒരു മഴയുടെ സമയത്ത് ഇരുന്നിട്ട് നോക്കിയപ്പോഴാണ് കുട്ടിയുടെ ഫോട്ടോ ആദ്യമായിട്ട് കണ്ടത്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പെണ്ണുകാണൽ ചടങ്ങിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. എപ്പോഴാണ് വീട്ടിൽ വരണ്ടേ? അതും കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയി പോയല്ലേ. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവം ഇതാണ്, കുറച്ച് ഫണ്ണ് വരാൻ പാകത്തിന് കുറച്ച് തമാശയൊക്കെ കലർത്തി പ്ലേഫുൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലും അവതരിപ്പിക്കുക. ഇപ്പം അണ്ണൻ പറഞ്ഞ രീതിയിൽ പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഒരു രീതിയിൽ ഇങ്ങനെ പറയുന്നത് കുറച്ച് ഏർലി ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ ആ കുട്ടിയുടെ ഒരു മൈൻഡ് ഒക്കെ മനസ്സിലാക്കിയ ശേഷം നമ്മൾ പ്രവർത്തിക്കുക. അതായിരിക്കും കുറച്ചുകൂടെ അനുയോജ്യമായ സംഭവം. എന്നിരുന്നാലും സംഭവം പ്ലേഫുൾ ആക്കുക. Every time I step outside, super relaxing. That simple, oh, the weather's great, went from boring weather to something you both have in common, to a story about the weather, to now asking her what she likes to do for fun.
ഇത് ഒരു നല്ല സംഭവമാണ്. അതായത് എന്തെങ്കിലും ഒരു സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ബേസിക് ആയിട്ടുള്ള ഒരു ആൻസർ ഒരിക്കലും കൊടുക്കരുത് എന്നല്ല. ബേസിക് ആയിട്ടൊരു ആൻസർ കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്റ്റോറി നമുക്ക് ബിൽഡ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും അതിൽ നിന്ന് നമുക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഇന്ന ഫാക്ടർ ഉണ്ട് എന്ന് ആ സ്റ്റോറിയുടെ നമുക്ക് പ്രൂവ് ചെയ്യാവുന്നതാണ്. സംഭവം എന്തെങ്കിലും ചോദിച്ചാൽ ബേസിക് ആയിട്ടുള്ള മറുപടി കൊടുക്കുന്നതിന് പകരം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ മറുപടി കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. എപ്പോഴും അല്ല, പക്ഷെ പറ്റുമ്പോഴൊക്കെ കുറച്ച് ഫണ്ണും ഇൻട്രസ്റ്റിംഗും ആക്കി കോൺവെർസേഷൻ വെക്കുക.